ധനഹാകാലം 4-ാം വ്യാഴം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നഷ്ടപ്പെട്ട ആടിന്റെയും നാണയത്തിന്റെയും ഉപമ. സൂത്രശാലിയായ സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മനുഷ്യന് ഏറെ പ്രയാസമാണ്. ശരിയെന്ന പ്രതീതി ജനിപ്പിച്ച് അവൻ മനുഷ്യനെ പാപത്തിനടിമയാക്കുന്നു. അവനെ തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗത്തിൽ ആനന്ദത്തിന്റെ ആഘോഷമായിരിക്കും ഉണ്ടാവുക. ഈ സുവിശേഷം മനുഷ്യനെ അറിയിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്ന 3 ഉപമകൾ പറയുന്ന ലൂക്ക 15-ാം അധ്യായത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് നൽകപ്പെട്ട 2 ഉപമകളിൽ ആദ്യത്തേതിൽ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്നത് ഒരു പുരുഷ കഥാപാത്രമാണെങ്കിൽ, രണ്ടാമത്തേതിൽ സമാന്തരമായി ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ലൂക്ക വരച്ചു വയ്ക്കുന്നത്. അത് ലൂക്കായുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ചിന്തയാണ്. ചുങ്കക്കാരോടും പാപികളോടുമുള്ള യേശുവിന്റെ ചങ്ങാത്തത്തെ പ്രതി ഫരിസേയർ പിറുപിറുക്കുന്നതിനാലാണ് ഒന്നിനു പുറകെ ഒന്നായി 3 ഉപമകൾ പറയാൻ ഇടയാക്കിയത്. ആദ്യത്തെ 2 ഉപമയിലും നഷ്ടപ്പെട്ടതിനെ തേടി ഇറങ്ങുമ്പോൾ, മൂന്നാമത്തേതിൽ നഷ്ടപ്പെട്ടത് മനസ്തപിച്ച് തിരികെ വരുന്നതായി പറയുന്നു. എങ്ങനെയായാലും പാപിയെ തിരികെ കിട്ടുക എന്നതാണ് പ്രധാനം. 100 ആടുകളുടെ ഉടമസ്ഥൻ സാമാന്യം സാമ്പത്തികമായി മെച്ചപ്പെട്ടവനാണ്. പക്ഷേ അതിലൊന്ന് നഷ്ടപ്പെട്ടതുപോലും അവന് താങ്ങാൻ കഴിയുന്നില്ല. കണ്ടുകിട്ടുവോളം അന്വേഷിച്ചു. കണ്ടുകിട്ടിയപ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായത്രേ. രണ്ടാമത്തെ ഉപമയിലും 10-ൽ ഒരു നാണയം നഷ്ടപ്പെട്ടപ്പോൾ തന്നെയാണ് ആ സ്ത്രീ അന്വേഷിച്ചിറങ്ങുന്നത്. കണ്ടുകിട്ടിയതിനാലുള്ള അവളുടെ സന്തോഷത്തെ അനുദപിക്കുന്ന പാവിയെ തിരികെ കിട്ടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരടങ്ങുന്ന എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടാകുമെന്ന് ഉപമിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്തവർ ദൈവത്തിന്റെ സന്തോഷമാണ്. എന്നാൽ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൈവം കൂടുതൽ സന്തോഷിക്കുന്നു. ചുങ്കക്കാരനെ ശിഷ്യനാക്കിയപ്പോഴും, പ്രധാന ചുങ്കക്കാരന്റെ വീട്ടിൽ അതിഥിയായി പാർത്തപ്പോഴും, തന്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് പാദം ചുംബിക്കാൻ പാപിനിയെ അനുവദിച്ചപ്പോഴും യേശുവും ഇതുതന്നെയാണ് ചെയ്തത്. ശിഷ്യരായ നാമും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്.